നമ്മൾ എത്ര ഹാപ്പി ആയിട്ട് ഇരുന്നാലും അതല്ല നമ്മൾ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിലും ചില നേരത്ത് നമുക്ക് ദേഷ്യമോ അല്ലെങ്കിൽ സങ്കടമോ എന്തെങ്കിലും കാര്യത്തിനെ പറ്റിയൊക്കെ ഓർത്ത് വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് എത്ര പ്രിയപ്പെട്ട ഒരാളാണെങ്കിലും വസ്തു ആണെങ്കിലും നമുക്കത് ഒരു പക്ഷെ ആ നേരത്തെ ഇഷ്ടം വരണം എന്നില്ല. നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ അതിനോട് ദേഷ്യപ്പെടും. ഇപ്പം നമ്മളോട് അടുത്ത് വരാൻ ശ്രമിച്ചാലും നമ്മൾ മാക്സിമം അത് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഒരു പക്ഷെ നമ്മളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാകാം. അപ്പോൾ കുറച്ച് സമയത്തേക്ക് മാത്രമാണ് ഇങ്ങനെ വരുന്നത്, എല്ലാവർക്കും സ്വാഭാവികമായിട്ട് വരുന്നത്. പക്ഷെ ഇതേ സാഹചര്യം ഒന്നോ രണ്ടോ ദിവസം പിന്നെ അത് അങ്ങോട്ട് ഒരാഴ്ചയിലോട്ടൊക്കെ മാറുമ്പോഴാണ് നമ്മൾ അതിന് ഡിപ്രഷനിലാണ് എന്നൊക്കെ പറയണത് അല്ലേ. ഇതേ അവസ്ഥ തന്നെ ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനോടാണ് തോന്നുന്നതെങ്കിൽ അത് ഒരു വിഷാദമാണ്. അതിനെയാണ് നമ്മൾ പ്രസവാനന്തര വിഷാദം അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം ബ്ലൂസ്, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അധികാര്യം സംസാരിച്ച് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു വിഷയമാണിത്. തീർച്ചയായിട്ടും നമ്മൾ ഇതിനെപ്പറ്റി സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രസവശേഷം അമ്മയ്ക്കും കുഞ്ഞിനും ഇടയിൽ ഉണ്ടാവുന്ന ഒരു വൈരുദ്ധ്യം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള മാനസികമായ ചേർച്ചക്കുറവാണ് ഈ ഒരു വിഷാദം, പ്രസവാനന്തര വിഷാദം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഉറക്കക്കുറവ്, അതുപോലെ അതുവരെ ചെയ്തിരുന്ന എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങൾ, സിനിമ കാണുക, വായിക്കുക, ഭക്ഷണം കഴിക്കുക, ഇതിലൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. ഇതിനോടൊക്കെ ഇഷ്ടക്കുറവാകുക, എല്ലാവരോടും ദേഷ്യപ്പെടുക, ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുക, ഒന്നിലൊരു കോൺസെൻട്രേഷൻ ഇല്ലാതിരിക്കുക, വെറുതെ തട്ടിക്കയറുക അല്ലെങ്കിൽ ദേഷ്യപ്പെടുക, കരയുക, ഇങ്ങനെയൊക്കെ അതുവരെ കണ്ട ഒരാളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ സ്വഭാവത്തിൽ വ്യത്യസ്തത, ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ ഒരു വിഷാദത്തിൻ്റെ ലക്ഷണമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിനെ ഓരോ ഘട്ടമായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. അപ്പോൾ പ്രസവശേഷം ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ സ്വാഭാവികമായിട്ടും കടന്നു വരാം, അല്ലെങ്കിൽ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് വരാം. ചിലപ്പോൾ അത് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അങ്ങോട്ട് മാറിപ്പോകും. അതല്ല ഇത് പിന്നെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, ആദ്യം കുഞ്ഞിനോടൊരു ഇഷ്ടക്കേട് ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കരയുക, ചിരിക്കുക എന്നുള്ളൊരു അവസ്ഥയിൽ മാത്രമാണ് അമ്മയ്ക്ക് സ്വയമായിട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഞാനൊരു ഡിപ്രഷനിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ അതിനെ നമുക്കൊരു ഫസ്റ്റ് സ്റ്റേജ് പോലെ കണക്കാക്കാൻ പറ്റും. ഇനി അതല്ല, ആദ്യം കുഞ്ഞിനെ വേദനിപ്പിക്കാതിരിക്കുക, പിന്നീടുള്ള അവസരങ്ങളിൽ കുഞ്ഞിനെ തല്ലുക, കുഞ്ഞിനെ നുള്ളുക, അല്ലെങ്കിൽ കുഞ്ഞിനെ മാറ്റി മുലയൂട്ടാതെയൊക്കെ മാറ്റി നിർത്തുക. പിന്നെ കുഞ്ഞ് കരയണ സമയത്ത് അയ്യോ എൻ്റെ കുഞ്ഞാണല്ലോ അല്ലെങ്കിൽ കുഞ്ഞ് കരയുന്നുണ്ടല്ലോ എന്നുള്ളൊരു ബോധമൊക്കെ വരുമ്പോൾ എന്താ അതൊരു സെക്കൻഡ് സ്റ്റേജ് പോലെയാണ്, കുറച്ചും കൂടി ഒരു അവസ്ഥയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇതിങ്ങനെ മൂർച്ഛിച്ച് ലാസ്റ്റ് എന്ത് പറ്റും, അമ്മയ്ക്കും കുഞ്ഞിനിടയിൽ ശരിക്കും ഒരു അകൽച്ച വരിക, കുഞ്ഞിനെ ഉപദ്രവിക്കാൻ നോക്കുക, ഒരു കൊലപാതക ശ്രമം നടത്തുക എന്നുള്ള അത്രയും ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് ഇതിൻ്റെ അവസാനം കൊണ്ട് ചെല്ലുന്നത്. അപ്പോൾ എന്താ നമുക്ക് ആ ഒരു സ്റ്റേജുകൾക്ക് അത്രയും വ്യത്യാസം വന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ അമ്മ സ്വബോധത്തോടെ അല്ല കുഞ്ഞിനോട് പെരുമാറുന്നത്. അമ്മയ്ക്ക് അറിയാൻ പറ്റില്ല എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത്. അത്രയും ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ മാത്രം സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് പ്രസവാനന്തര വിഷാദം അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. ലക്ഷണങ്ങൾ കണ്ടു, ഇതിൻ്റെ പല സ്റ്റേജുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ പല എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള രീതികൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇതിന് നമ്മൾ വേണ്ട രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാവുന്നതാണ് ഈ ഒരു അസുഖം. അപ്പോൾ ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് സ്വയം അസുഖം മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിൽ ചുറ്റുമുള്ള ഭർത്താവ് അതുപോലെ കുടുംബാംഗങ്ങൾക്കെല്ലാം ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം, ഇങ്ങനൊരു പ്രശ്നമായിരിക്കുമോ ഇത്. അപ്പോൾ ആദ്യം അമ്മയും കുഞ്ഞിനെ ഒന്ന് വാച്ച് ചെയ്യുക, അവർ തമ്മിൽ പൊരുത്തമില്ല എന്ന് കണ്ടാൽ എന്ത് വേണം, എപ്പോഴും നമ്മൾ ഒരു കൺവെട്ടത്ത് തന്നെ ആയിരിക്കണം അമ്മയും കുഞ്ഞും എന്നുള്ള രീതിയിൽ. അതുപോലെ ഭർത്താവാണെങ്കിലും വീട്ടുകാരാണെങ്കിലും കൂടുതലായിട്ട് മെൻ്റൽ സപ്പോർട്ട് കൂടുതലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും സന്തോഷിപ്പിക്കാൻ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതല്ല കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന ഒരു രീതി കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
അതിനൊരു ഇടവരുത്താതെ ഉള്ള രീതിയിൽ വേണം നമ്മൾ എപ്പോഴും അടുത്തിരുന്ന് ഇവരോട് ഇടപഴകിക്കൊണ്ടിരിക്കാനായിട്ട്. പിന്നെ ഇങ്ങനൊരു പ്രശ്നം വന്നാൽ അത് കോമൺ ആയിട്ട് കണ്ട് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അത് ആരോടും പറയാതെ, അല്ലെങ്കിൽ ശരിക്കും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുക അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണുക എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ചോദിക്കുന്ന ചോദ്യം വട്ടാണല്ലേ എന്നായിരിക്കും. അപ്പോൾ അങ്ങനെ അതിനെ കാണാതെ നമ്മൾ എത്രയും വേഗം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത്. ചിലപ്പോൾ ഒരു കൗൺസിലിങ്ങിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്നേഹത്തോടെയുള്ള സംഭാഷണത്തിലൂടെ അത് മാറാവുന്നൊരു കാര്യമാണ്. അവിടെ കൊണ്ട് തീർന്നില്ല എങ്കിൽ നമ്മളത് മരുന്നെടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പോലും നമുക്കത് വളരെ വേഗത്തിൽ തന്നെ അതിൽ നിന്നും സുഖപ്പെട്ട് വരാവുന്നതാണ്. അപ്പോൾ ഒരുപാട് ആലോചിച്ച് ഇതിനെ വെച്ച് നീട്ടിക്കൊണ്ട് പോവാതെ കാര്യങ്ങൾ മനസ്സിലാക്കി ഉടനെ അതിന് വേണ്ട നടപടി എടുക്കുക എന്നുള്ളതാണ് ഉള്ള പ്രതിവിധിയായിട്ട് പറയാനുള്ളത്. മാതൃത്വത്തിന്റെ മറുവശം എന്നാണ് ഈ ഒരു വിഷാദത്തെ വിശേഷിപ്പിക്കാവുന്നത്. കാരണം നമ്മളുടെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ പണ്ടത്തെ ഒരു കാലഘട്ടത്തെ അപേക്ഷിച്ച് അമ്മയും കുഞ്ഞും എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഗർഭിണി ആയിരിക്കെ തൊട്ട് ഏറ്റവും കൂടുതൽ ഒരു അമ്മയ്ക്ക് ഒരു ബന്ധം കുഞ്ഞിനോടാണ് വരുന്നത്. അതിനുശേഷമാണെങ്കിലും പലപ്പോഴും പറയാം ഭർത്താവിനോട് പോലും ഒരടുപ്പമില്ല, എപ്പോഴും കുഞ്ഞിനോടാണ്. പക്ഷെ ഇവിടെ അതിന് വിരുദ്ധമായിട്ട്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് എന്ത്, അമ്മയ്ക്കും കുഞ്ഞിനും ഇടയിലാണ് പ്രശ്നങ്ങളും. അതുപോലെ തന്നെ മൊത്തത്തിൽ അമ്മയ്ക്കൊരു മാറ്റമാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ എന്താ പറയുക, ചിലപ്പോൾ നമ്മൾ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ ഇങ്ങനെയാണ്, കൊച്ചിനെ നോക്കാൻ പറ്റൂല അവർക്ക്, ആ രീതിയിലായിരിക്കാം നമ്മൾ അതിനെ കാണുക. നമ്മുടെ അറിവില്ലായ്മയായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നിനക്ക് കുട്ടിയെ നോക്കിയാൽ എന്താണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താതെ, അങ്ങനെ പ്രസവാനന്തരം ശേഷം ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്ന ആ ഒരു വ്യത്യാസങ്ങൾ, മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും ഉണ്ടാവുന്ന വ്യത്യാസങ്ങളും അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി നമ്മൾ ചുറ്റുള്ളവരാണ് പെരുമാറേണ്ടത്. അതിൻ്റെ കൂടെ ഈ ഒരു വിഷാദാവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ കെയറും സ്നേഹവും ഒക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇതിനെപ്പറ്റി ശരിക്കും അറിഞ്ഞിരിക്കണം. അറിയാത്തവർക്ക് കൂടി ഈ ഒരു അറിവ് പകർന്നു കൊടുക്കുക. കാരണം റീസെൻ്റ്ലി നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടാകും, ഒരു കൊലപാതകം വരെ എത്തി, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ശരിക്കും ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ, എങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കൺസെപ്റ്റിൽ അങ്ങനെ ഒരു കാര്യം ഇല്ലാത്തതാണ്. അപ്പോൾ ഇതൊരു അവസ്ഥയാണ്, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. ഒരിക്കലും അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഒരാൾ ചെയ്യില്ലല്ലോ, സ്വബോധത്തോടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്രയും ഭീകരമായ ഒരു അവസ്ഥയാണ് ഇതിൻ്റെ ഒടുവിൽ വരുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മളുടെ വീട്ടിൽ ഇങ്ങനൊരു അവസ്ഥ ഇല്ലാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെപ്പറ്റി അറിയണം. നമ്മളത് അങ്ങനൊരു ബുദ്ധിമുട്ടിലേക്ക് വന്നാൽ അതിന് വേണ്ട സപ്പോർട്ടുകളൊക്കെ കൊടുക്കുകയും വേണം. ഇതാണ് ഈ ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ നമുക്ക് ഒഴിവാക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് പ്രസവാനന്തര വിഷാദം എന്നതിനെ പറ്റി നിങ്ങൾക്കൊരു വ്യക്തത വന്നു എന്നാണ് ഞാൻ ധരിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റു വീഡിയോകളുമായി ഞാൻ വരുന്നതാണ്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.